ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മളുടെ ഇന്നത്തെ ചിന്താവിഷയം. മിഡിൽ ഈസ്റ്റിലെ വാർത്ത തന്നെയാണ്. അത് നമുക്കറിയാം, ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം 2023 തുടങ്ങിയതിന് ശേഷം ഒക്ടോബറിലായിരുന്നു. അതിനുശേഷം മിഡിൽ ഈസ്റ്റിലെ നമ്മൾ പൊതുവെ പറയുന്ന ഈ സ്ട്രാറ്റജിക് അല്ലെങ്കിൽ മിലിറ്ററി ഇക്വേഷൻസൊക്കെ തന്നെ, സെക്യൂരിറ്റി ഇക്വേഷൻസൊക്കെ തന്നെ വളരെ ദ്രുതഗതിയിൽ കലങ്ങി മറിഞ്ഞ ഒരവസ്ഥ, ഒരു അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നുവെച്ചാൽ അതിനു മുമ്പ് ഇപ്പോൾ നമുക്കറിയാം, എപ്പോഴും സ്റ്റാറ്റസ് കോ അല്ലെങ്കിൽ തൽസ്ഥിതി നമുക്ക്, അതായത് സ്ഥിരമായിട്ട് ഒരു അവസ്ഥ, പ്രത്യേകിച്ച് ഇതുപോലുള്ള മേഖലകളിലൊന്നും തന്നെ, ജിയോ പൊളിറ്റിക്സിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് സ്ഥിരമായിട്ടുള്ളൊരവസ്ഥ അല്ലെങ്കിൽ ഒരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു കണ്ടീഷൻ നമുക്ക് ഒരിടത്തും കാണാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ഇതുപോലുള്ളൊരു റീജിയൻ, മിഡിൽ ഈസ്റ്റ് പോലുള്ള റീജിയൻ നമ്മളെടുത്ത് നോക്കുമ്പോൾ അവിടെ തീർച്ചയായിട്ടും ഇതുപോലുള്ള ചില ഇക്വേഷൻസ് അല്ലെങ്കിൽ ആ ഒരു സെക്യൂരിറ്റി, പൊതുവെയുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള റിലേഷൻസിൻ്റെ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ തമ്മിൽ അതിൻ്റെ ഒരു പ്രധാന എന്താണ് പറയുന്നത്, പിവോട്ട് എന്ന് പറഞ്ഞാൽ ഇസ്രായേലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇസ്രായേലിനകത്തൊരു പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നത്. കാരണം ഇതെല്ലാം മാറ്റി റീറൈറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഇതിനെല്ലാം ഉടച്ചു വാർക്കാനും ഒക്കെ തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള ചില ആക്ഷൻസ് നമ്മൾക്ക് അറിയാം. അപ്പോൾ അതാണ് തീർച്ചയായിട്ടും ആ ഒരു മേഖലയെ, രാജ്യങ്ങളെ പ്രത്യേകിച്ച് അവരുടെ ചില സെക്യൂരിറ്റി റിലേഷൻസ് അല്ലെങ്കിൽ മറ്റു ചില രാജ്യങ്ങളുമായിട്ടുള്ള സെക്യൂരിറ്റി ഇക്വേഷൻസ്, സ്ട്രാറ്റജിക് ഇക്വേഷൻസ് ഒക്കെ നമുക്ക് പറയാം. അപ്പോൾ അതിനെയൊക്കെ മാറ്റി മറിക്കുവാൻ പരുവത്തിലുള്ള പ്രവൃത്തികളാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴത്തെ ഇറാൻ ഇസ്രായേൽ വാർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധവും, അതിനു മുമ്പേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൗദി പോലുള്ള രാജ്യങ്ങളെ ഇതൊക്കെ അവർ റീതിങ്ക് ചെയ്യാനുള്ള ചില സംഭവങ്ങൾ നമുക്ക് 2019 നമുക്കറിയാം. ഈ ഹൂത്തീസ് സൗദിയിലേക്കും UAE-യിലേക്കും ഒക്കെ അവരവരുടെ മിസൈൽ ഫയർ ചെയ്യേണ്ടായി. അപ്പോൾ അമേരിക്കയുടെ വളരെ ശക്തമായിട്ടുള്ള, വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള, എന്നാൽ അഡ്വാൻസ് എന്ന് പറയുന്ന പേട്രിയോട്ട് മിസൈൽ എയർ ഡിഫൻസ് സിസ്റ്റമൊക്കെ സൗദിയിൽ ഉണ്ടായിരുന്നിട്ടും അതൊന്നും ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ അമേരിക്ക ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ അവരുടെ വെപ്പൺ സിസ്റ്റവും അല്ലെങ്കിൽ ഇതുപോലുള്ള മിസൈൽ സിസ്റ്റം എന്തു തന്നെ ആയാലും ശരി ഒക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള പൂർണ്ണ നിയന്ത്രണം, കൺട്രോൾ അമേരിക്കയ്ക്ക് തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും. കാരണം അമേരിക്ക പറയുന്നോട്ടോ അല്ലെങ്കിൽ അമേരിക്ക വിചാരിക്കുന്നോട്ടോ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ അതിൻ്റെ എന്താണ് പറയുന്നത്, ആക്ഷനും റിയാക്ഷനും ഒക്കെ നടക്കത്തുള്ളൂ. ഈ പറഞ്ഞ രാജ്യങ്ങൾക്കൊന്നും തന്നെ അതിനകത്ത് യാതൊരു കൺട്രോളോ ഇൻഫ്ലുവൻസോ ഉണ്ടാകത്തില്ല. ഇപ്പോൾ സൗദിയിലാണ് എയർബേസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ എയർ ഡിഫൻസ് സിസ്റ്റം സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞതുകൊണ്ട് സൗദിക്കതിൽ പ്രത്യേകിച്ച് റോളൊന്നും കാണത്തില്ല. അല്ലെങ്കിൽ UAE-യിലാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്ത്, ഈവൻ പാകിസ്ഥാനിൽ അമേരിക്കയുടെ ബേസ്, അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കയുടെ ബേസ് ഉണ്ടെങ്കിൽ, ഈവൻ യൂറോപ്പിൽ ജർമ്മനി, ജപ്പാൻ ഇതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ തീർച്ചയായിട്ടും ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് എയർബേസ് അല്ലെങ്കിൽ മിലിറ്ററി ബേസ് അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു ഇടം കൊടുത്തു കഴിഞ്ഞാൽ ഹോസ്റ്റ് എന്ന് പറയുന്ന രാജ്യത്തിന് പിന്നെ അതിൽ വേറെ അതിനകത്തുള്ള റോളൊന്നുമില്ല. ഈ പറഞ്ഞ ഒരു റീജിയൻ ഈ പറഞ്ഞ രാജ്യത്തിന് തുല്യമായിട്ടുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് അമേരിക്കയുടെ എയർബേസ് പാകിസ്ഥാനിലുണ്ട്. അപ്പോൾ ഇന്ത്യ യുദ്ധത്തിലോ അല്ലെങ്കിൽ യുദ്ധമില്ലാത്ത സമയത്തോ ഈ പറഞ്ഞ എയർബേസിന് നമ്മൾ ടാർഗറ്റ് ചെയ്യുകയോ അറ്റാക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അമേരിക്കയെ ആക്രമിക്കുന്നതിന് തുല്യമായിട്ടാണ് ഈ നിയമങ്ങൾ, അന്താരാഷ്ട്ര നിയമങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് കരുതപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് ഇന്ത്യയെ തിരിച്ച് ഫയർ ചെയ്യാനോ ആക്രമിക്കാനോ വാൺ ചെയ്യാനൊക്കെയുള്ള ഇൻ്റർനാഷണൽ ലോ അനുസരിച്ചിട്ട്, റൂൾ ഓഫ് ലോ അവർ ഫിക്സ് ചെയ്തിരിക്കുന്ന റൂൾ അനുസരിച്ചിട്ട് തീർച്ചയായിട്ടും അവർക്ക് അതിനുള്ള എല്ലാ രാജ്യത്തിനും തീർച്ചയായിട്ടും ഉണ്ടാവും, തിരിച്ചാണെങ്കിലും ഉണ്ടാവും. ഇപ്പോൾ മിലിറ്ററി ബേസ് മാത്രം ആണെന്നില്ല. ഇപ്പോൾ അമേരിക്കയുടെ ഒരു ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ റിലയൻസും സൗദിയും തമ്മിലുള്ള, അരാംകോയും തമ്മിലുള്ള ഗുജറാത്തിലെ ജാംനഗറിൽ അവരുടെ വലിയ പെട്രോളിയം അല്ലെങ്കിൽ റിഫൈനറി ഏതെങ്കിലും ജോയിൻറ്റ് വെഞ്ചേഴ്സ് ഉണ്ടെന്നിരിക്കട്ടെ തീർച്ചയായിട്ടും. അപ്പോൾ ഇന്ത്യയിലാണ് തീർച്ചയായിട്ടും ഈ ഒരു പരിപാടി സൗദിയും റിലയൻസും തമ്മിലാണ്. ഞാൻ ഉദാഹരണം പറയുകയാണ്. അപ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ ഈ പറഞ്ഞ നമ്മുടെ രാജ്യത്തുള്ള ഈ ഇൻസ്റ്റലേഷനകത്തിൽ പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിൽ അറിഞ്ഞോ അറിയാതെയൊക്കെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ, ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സൗദിക്ക് പാകിസ്ഥാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കാനോ അല്ലെങ്കിൽ പാകിസ്ഥാനെ ആക്രമിക്കാനുള്ളൊരു ഇൻ്റർനാഷണൽ
അധികാരമുണ്ട് തീർച്ചയായിട്ടും. അത് എല്ലാ രാജ്യത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് ഇതിപ്പം ഈ പറഞ്ഞ 2019 ഹൂത്തീസ് മിസൈൽ ആക്രമണം നടത്തിയപ്പോഴും കാര്യമായിട്ടുള്ള ഒരു പ്രതികരണം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് പ്രൊട്ടക്ഷനൊന്നും സൗദിക്ക് കിട്ടിയില്ല എന്നുള്ള അന്ന് മുതലേ സൗദിക്കൊരു റീതിങ്കിങ് ഉണ്ട് ശരിക്കും പറഞ്ഞത്. അതുപോലെ തന്നെ പിന്നെ ഹമാസിനെ ആക്രമിക്കാമെന്നും പറഞ്ഞ് ഖത്തറിലെ ഇസ്രായേൽ നടത്തിയ ബോംബിങ്. അപ്പോൾ ഇതൊക്കെ തന്നെ മിഡിൽ ഈസ്റ്റിലുള്ള ഈ രാജ്യങ്ങളെല്ലാം തന്നെ, പ്രത്യേകിച്ച് UAE അല്ല, കാരണം UAEയും ഇസ്രായേലും തമ്മിൽ എബ്രഹാം അക്കോർഡിൽ ഏർപ്പെട്ടതോടുകൂടി UAE മറ്റൊരു എന്താണ് പറയുന്നത് ഒരു ആക്സിസ് അവിടെ ഫോം ചെയ്ത് കഴിഞ്ഞു. എബ്രഹാം അക്കോർഡിൽ UAEയോടൊപ്പം ബഹ്റിനും അതുപോലെ തന്നെ മൊറോക്കോയുമാണ് ഒപ്പുവെച്ചിട്ടുള്ളത്, ഇസ്രായേലിനൊപ്പം ചേർന്നിട്ടുള്ളത്. ബാക്കി മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളൊന്നും തന്നെ ഇതിൽ ചേർന്നിട്ടില്ല. പക്ഷേ ഈ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് വരെ സൗദി ആക്റ്റീവായിട്ട് ഇതിനകത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, മീൻസ് ഈ എബ്രഹാം അക്കോർഡിൽ പങ്കെടുക്കുവാൻ അല്ലെങ്കിൽ അതിനകത്തിൽ സൈൻ ചെയ്യാനുള്ള പരിപാടിയിലൊക്കെ ഏകദേശം പിന്നെ അത് ആയി വന്നതാണ്. പക്ഷേ ആ ഒരു പ്രശ്നത്തോടുകൂടി സൗദി അതിനകത്തിൽ നിന്ന് പിന്മാറുകയും പിന്നെ ഇതുവരെ അതിനകത്തിൽ സൗദിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നീക്കുപോക്കൊന്നും ഉണ്ടായിട്ടില്ല. അമേരിക്കയും ഇസ്രായേലും തമ്മിൽ പല ശ്രമങ്ങൾ നടത്തുകയുണ്ടായി സൗദി ഇതിനകത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. പക്ഷേ ഇതുവരെ അത് സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും എബ്രഹാം അക്കോർഡ് പഴയ രാജ്യങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മയായിട്ട്, മീൻസ് ഇസ്രായേൽ, UAE, ബഹ്റിൻ, മൊറോക്കോ എന്നുള്ള രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ എബ്രഹാം അക്കോർഡിൽ. അപ്പോൾ ഈ സെക്യൂരിറ്റി റിലേഷൻസ് അതിലൊക്കെ ഒത്തിരി വ്യത്യാസം അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് നമ്മൾ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ 2025 സെപ്റ്റംബറിൽ സൗദിയും പാകിസ്ഥാനും തമ്മിലൊരു സ്ട്രാറ്റജിക് ട്രീറ്റി അവർ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ കേട്ടത് ടർക്കി അതിലൊരു ഭാഗവാക്കാകും അല്ലെങ്കിൽ അതിനകത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്നാണ്. അപ്പോൾ ആ ഒരു സഖ്യത്തിലേക്ക്, എന്നുവെച്ചാൽ സൗദിയും പാകിസ്ഥാനും തമ്മിലുള്ള സഖ്യത്തിലേക്ക് ടർക്കിയും ചേരുന്നുണ്ട്. കൂടെ ഈജിപ്തിൻ്റെയും പേര് നമ്മൾ പലയിടത്തും പല റിപ്പോർട്ടുകളും വായിച്ചിട്ടുണ്ടായിരിക്കും. കാരണം ടർക്കി അതിനകത്ത് ജോയിൻ ചെയ്തതിന് ശേഷം പിന്നീട് ഈജിപ്റ്റ് ആയിരിക്കും അതിനകത്തിൽ ജോയിൻ ചെയ്യാൻ സാധ്യതയുള്ളതെന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇതുവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടർക്കിനകത്ത് ജോയിൻ ചെയ്തിട്ടില്ല. പക്ഷേ ടർക്കിക്കതിനകത്തിൽ, കാരണം നമ്മൾ ഈ മിലിറ്ററി ഇക്വേഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്തിൽ ഈ ജിയോ പൊളിറ്റിക്സിലെ ഒരു രാജ്യത്തിന് പല റിലേഷൻസ്, ഇപ്പം ഈ ടർക്കി ഒരുപക്ഷെ ഇസ്രായേലുമായിട്ട് നല്ല ബന്ധമായിരിക്കും. അപ്പോൾ ഇസ്രായേലിനെ ഒപ്പോസ് ചെയ്യുന്ന ഇങ്ങനൊരു മിലിറ്ററി ട്രീറ്റി അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ട്രീറ്റി സൗദിയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പിട്ടു എന്നുള്ളതിൻ്റെ പേരിൽ ടർക്കിനകത്തിൽ ജോയിൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇസ്രായേലുമായിട്ടുള്ള, ഇത് ഞാനൊരു ഹൈപ്പോത്തിക്കേഷനാണ് പറയുന്നത്, ഇസ്രായേലുമായിട്ടുള്ള ബന്ധം അവിടെ സ്ട്രെയിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ടാകും. അപ്പോൾ ഇതൊക്കെ ജിയോ പൊളിറ്റിക്സിൽ ഈ രാജ്യങ്ങൾക്ക് ഈ ഞാണിന്മേൽ കളി നടത്തിയാൽ മാത്രമേ പല കാര്യങ്ങളും മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. എനിവേ ഇതൊരു ടർക്കിനകത്തിലൊരു ഭാഗമായിട്ടല്ല, ഈജിപ്തിനകത്തിൽ ഒരു പാർട്ടായിട്ടില്ല. സൗദിയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു സ്ട്രാറ്റജിക് ഒരു ട്രീറ്റി കരാർ അതുപോലെ തന്നെ നിലനിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇറാൻ സൗദിയിലെ ഈ പറഞ്ഞ എനർജി ബേസിനെയൊക്കെ തന്നെ ആക്രമിച്ചപ്പോഴൊക്കെ തന്നെ പലരും ഒരുപക്ഷെ സംശയം പ്രകടിപ്പിക്കുന്നുണ്ടായി. ഒരുപക്ഷെ സൗദി ഈ പറഞ്ഞ ട്രീറ്റിയെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാകിസ്ഥാന് തീർച്ചയായിട്ടും ഇതിനകത്തിൽ ഈ സൗദിയുടെ കൂടെ നിന്ന് ഇറാനെതിരെ യുദ്ധം ചെയ്യേണ്ടി വരുന്നൊക്കെയുള്ള വലിയ ആശങ്കകൾ ഈവൻ പാകിസ്ഥാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പാകിസ്ഥാൻ വളരെ ശുഷ്കാന്തിയോടുകൂടി ഈ പറഞ്ഞ ഒരു എങ്ങനെയും സമാധാനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ അത്യാവശ്യമാണ്. അവരുടെ എനർജി സെക്യൂരിറ്റി ഒന്നും കൺസിഡർ ചെയ്തില്ല. പക്ഷേ ഇങ്ങനെ നമ്മൾ നേരത്തെയുള്ള വീഡിയോയ്ക്ക് അത് പറഞ്ഞാണ്, അവർ വല്ലാത്തൊരു ത്രിശങ്കു സ്വർഗത്തിലാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് തീർച്ചയായിട്ടും പാകിസ്ഥാന് ഈ ഒരു യുദ്ധത്തിന് വിരാമം ഉണ്ടാകുക എന്നുള്ളത് ഏറ്റവും വളരെ അത്യാവശ്യമാണ് പാകിസ്ഥാനെ സംബന്ധിച്ച്. കാരണം പാകിസ്ഥാൻ ഇറാൻ തമ്മിൽ 900 കിലോമീറ്ററിൻ്റെ ബോർഡറുണ്ട്. ഏതെങ്കിലും തരത്തിൽ അമേരിക്കയുടെ പ്രഷർ പാകിസ്ഥാൻ്റെ മുകളിൽ ഉണ്ടാകുകയാണെങ്കിൽ ഈ ബോർഡർ കേന്ദ്രീകരിച്ച് ഇറാനെതിരെ ഏതെങ്കിലും വാർ ഫ്രണ്ട് തുറക്കുവാൻ അമേരിക്കയും സൗദിയും തമ്മിൽ പാകിസ്ഥാനെ പ്രഷർ ചെയ്ത് കഴിഞ്ഞാൽ പാകിസ്ഥാൻ അത് ഉണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കരമായി. കാരണം ഏകദേശം നല്ലൊരു ശതമാനം ഷിയ വിഭാഗക്കാർ പാകിസ്ഥാനിലുണ്ട്. അപ്പോൾ അവർ തീർച്ചയായിട്ടും നമുക്കറിയാം പാകിസ്ഥാൻ ഓൾറെഡി ഇൻറ്റേർണലി വളരെ ഡിസ്റ്റർബ്ഡ് ആണ്. ഒത്തിരി പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാന് ഈ ഒരു അവസരത്തിൽ ഷിയ വിഭാഗക്കാരോടുകൂടി ഏകദേശം 20% പോപ്പുലേഷൻ ഷിയ ഉണ്ട്. അപ്പോൾ നല്ലൊരു എന്താണ് പറയുന്നത് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഷിയർ പോപ്പുലേഷനാണ്. അപ്പോൾ അവർ തീർച്ചയായിട്ടും പാകിസ്ഥാൻ്റെ സ്റ്റേറ്റിനെതിരെ, കാരണം സുന്നി സെക്ഷനാണല്ലോ അവിടുത്തെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി. അപ്പോൾ ആ സ്റ്റേറ്റിനെതിരെ മറ്റുള്ള ഈ ബലൂജിയും അല്ലെങ്കിൽ ഈ പറഞ്ഞ മറ്റ് അതിനകത്തുള്ള ഇൻറ്റേർണൽ ഡിസ്കോഡിൻ്റെ കൂടെ ഈ ഷിയ വിഭാഗം കൂടെ തെരുവിലിറങ്ങി പാകിസ്ഥാൻ്റെ മിലിറ്ററി സെക്യൂരിറ്റി സ്റ്റേറ്റിനെതിരെ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ ഒരു പക്ഷേ അത് മാനേജ് ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാൻ അതിനെ കൂടുതൽ വളരെ
അവർ വളരെ എനിക്ക് തോന്നുന്നു വ്യക്തമായിട്ട് അതിനെ മാനേജ് ചെയ്ത് ഇതുവരെ കുഴപ്പമില്ലാതെ കൊണ്ടുവന്നു തോന്നുന്നു തീർച്ചയായിട്ടും. ഇപ്പം പീസ് ടോക്ക് ഇസ്ലാമാബാദ് നടക്കുകയാണ്, ഈ അമേരിക്കയും ഇറാനും തമ്മിലുള്ള. ഓക്കെ, അത് പാകിസ്ഥാൻ്റെ റോളിനെയല്ല നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. യുദ്ധം അവസാനിക്കട്ടെ, കാരണം യുദ്ധം എല്ലാവർക്കും കെടുതികൾ ഉണ്ടാക്കി വെക്കുന്നതാണ്. അതുകൊണ്ട് യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ. യുദ്ധം അവസാനിക്കട്ടെന്ന് മാത്രമല്ല, യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ. കാരണം അത് എവിടെയും ജീവന് ഹാനി വരുന്നത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്കാണ്. കാരണം അതൊന്നും നമുക്ക് തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ല. കാരണം ഒത്തിരി സിവിലിയൻസ് നമ്മൾ പറയുന്ന സാധാരണക്കാരുടെയൊക്കെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ലെബനനിലായാലും ഇറാനിലായാലും അതുപോലെ തന്നെ ഇറാൻ തിരിച്ച് ആക്രമിക്കുമ്പോഴെല്ലാം തന്നെ നഷ്ടപ്പെടുന്ന ജീവൻ എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്കായിരിക്കും. കാരണം അധികാരത്തിൻ്റെ മുകളിലിരിക്കുന്ന ആൾക്കാർക്കൊന്നും ജീവൻ, അവരുടെ സ്വത്തിനൊന്നും യാതൊരു കേടുപാടുകൾ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ, യുദ്ധം അവസാനിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത്, ഈ പറഞ്ഞ കഴിഞ്ഞ മാർച്ചിൽ ഏകദേശം മാർച്ച് പകുതി 19-ാം തീയതിയൊക്കെ ആയപ്പോൾ സൗദി, പാകിസ്ഥാൻ, ടർക്കി, ഈജിപ്റ്റ് ഈ 4 രാജ്യങ്ങൾ സൗദിയിൽ റിയാദിൽ അവരുടെ ഫോറിൻ മിനിസ്റ്റേഴ്സിൽ ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഫോറിൻ മിനിസ്റ്റേഴ്സ് ഈ ചർച്ച നടത്തിയതിൻ്റെ കൃത്യമായിട്ടുള്ള ലക്ഷ്യം എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അറിയില്ല. പക്ഷേ അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ട്. അതിനുശേഷം ഇസ്ലാമാബാദിലും ഏകദേശം ഏപ്രിൽ ഈ മാസത്തിലാണെന്ന് തോന്നുന്നു ആദ്യം ഈ പറഞ്ഞ 4 രാജ്യങ്ങളിലെ ഫോറിൻ മിനിസ്റ്റേഴ്സ് ഒരു വളരെ എന്താണ് പറയുന്നത് ആക്റ്റീവായിട്ടുള്ളൊരു അവരുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മീറ്റിങ്ങിൽ ഇനി ഈ 4 രാജ്യങ്ങൾ തമ്മിൽ പുതിയ മിലിറ്ററി സഖ്യമുണ്ടാക്കുന്നതിനെക്കുറിച്ചാണോ ചർച്ച ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഇതുവരെ കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നുമില്ല. പക്ഷേ പാകിസ്ഥാനും സൗദിയും തമ്മിൽ നിലനിൽക്കുന്ന മിലിറ്ററി സ്ട്രാറ്റജിക് ട്രീറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടർക്കി അതിൻ്റെ ഒരു ഭാഗമാകുവാനുള്ള സാധ്യത ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അതിനുശേഷം ഈജിപ്റ്റും ഒരുപക്ഷേ ആ ഒരു മിലിറ്ററി സഖ്യത്തിലേക്ക് ജോയിൻ ചെയ്യാനുള്ള സാധ്യത. കാരണം മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ ആ ഒരു ഹമാസ് ഇസ്രായേൽ വാറിന് ശേഷം അവിടെ ഉണ്ടായിട്ടുള്ള ആ ഒരു മാറ്റങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ചേഞ്ചസ്, സെക്യൂരിറ്റി സ്ട്രാറ്റജിക് ഇക്വേഷനിലും ഫോർമുലയിലൊക്കെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഇസ്രായേൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലെ ഡിസ്റപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഈ രാജ്യങ്ങളെയൊക്കെ തന്നെ വളരെയധികം എന്താണ് പറയുന്നത് ആശങ്കയിലാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ രാജ്യങ്ങളൊക്കെ തന്നെ അമേരിക്കയിൽ നിന്ന് എത്രത്തോളം അവർക്ക് പ്രൊട്ടക്ഷൻ, മിലിറ്ററി പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഇതുപോലുള്ള സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ അവർക്ക് സംശയം തോന്നി തുടങ്ങി. പ്രത്യേകിച്ച് നമ്മളീ പറഞ്ഞ ഹൂത്തീസിൻ്റെ മിസൈൽ സൗദിയിൽ വന്നപ്പോഴും അതുപോലെ തന്നെ ഇവർ നേരത്തെ വിചാരിച്ചത് അമേരിക്കയുടെ ബേസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ സേഫ് ആയിരിക്കും, അവർ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും എന്നുള്ള ഒരു എന്താണ് പറയുന്നത് മിയർ ബിലീഫിലായിരുന്നു. പക്ഷേ അതെല്ലാം ഈ യുദ്ധത്തിനകത്തിൽ അതെല്ലാം വെറും ഇലിഷനായിരുന്നു എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനിയും യുദ്ധത്തിന് ശേഷം ഈ പറഞ്ഞ രാജ്യങ്ങൾ തീർച്ചയായിട്ടും അമേരിക്കയെ കൈവിടാനുള്ള സാധ്യത, അമേരിക്ക കൈവിടാൻ മീൻസ് അമേരിക്കയോട് നോ പറയാനുള്ള സാധ്യതയില്ല. എന്നാൽ തന്നെ അവരൊന്നുകൂടെ കെയർഫുൾ ആയിരിക്കും തീർച്ചയായിട്ടും സൗദി പോലുള്ള രാജ്യങ്ങൾ എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം അവർക്ക് ഒരു റീഡിസൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ സെക്യൂരിറ്റിയെ ഉറപ്പുവരുത്തുന്ന, അവർക്ക് സ്വന്തമായിട്ടൊരു ഉറപ്പ് വരുത്തുന്നത് അല്ലെങ്കിൽ ഈ റീജിയണൽ സെക്യൂരിറ്റി ഇതുപോലുള്ള ഒരു എന്താണ് പറയുന്നത് സ്ട്രാറ്റജിക് റിലേഷൻസിൽ കൂടെ അവരുടെ സെക്യൂരിറ്റി അല്ലെങ്കിൽ സുരക്ഷയെ ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ചില നീക്കുപോക്കുകൾ ഉണ്ടാകാനുള്ള സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനൊരു ഈ പറഞ്ഞ 4 രാജ്യങ്ങൾ മീറ്റിങ്ങിൽ ഏർപ്പെട്ടത് എന്നുള്ള. ഈ 4 രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്നാമത് സുന്നി വിഭാഗത്തിലുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള മുസ്ലിം രാജ്യങ്ങളിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള രാജ്യങ്ങളാണ്. പവർഫുൾ മീൻസ് മിലിറ്ററിലി. ഇപ്പോൾ പാകിസ്ഥാൻ പവർഫുള്ളാണ്, ഇക്കണോമിക്കലി അല്ല, അവർ മിലിറ്ററി വളരെ സ്ട്രോങ് ആണ്, മിലിറ്ററി വളരെ പവർഫുള്ളായിട്ടുള്ളൊരു രാജ്യമാണ് പാകിസ്ഥാൻ. വളരെ പ്രൊഫഷണലായിട്ടുള്ള ആർമിയാണ് അവർ തീർച്ചയായിട്ടും, ഇല്ലെന്ന് പറയാൻ നമുക്ക് വരത്തില്ല. പക്ഷേ സാമ്പത്തികമായിട്ടും മറ്റു ഇതിലൊക്കെ രാജ്യം തകർന്നു ഇരിക്കുകയാണ്, അത് വേറൊരു വിഷയം. പക്ഷേ അവർക്ക് കിട്ടുന്ന ഫണ്ടുകളും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഈ പറഞ്ഞ റിസോഴ്സുകളൊക്കെ തന്നെ അവരുടെ മിലിറ്ററി ഇൻ്റലിജൻസ് സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ ബീഫപ്പ് ചെയ്യാനും അതിനെ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടി മാത്രമേ അവർ പണം വിനിയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അവരെ പ്രോക്സിയായിട്ട് ഉപയോഗിക്കുന്ന രാജ്യങ്ങൾക്കും അതിനാണ് ഏറ്റവും അത്യാവശ്യം. രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയൊന്നും അവർക്ക് അല്ലെങ്കിൽ രാജ്യത്തിലെ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജീവിതം കൂടുതൽ ക്ഷേമകരമാക്കുക എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് വലിയ കൺസേൺ ഒന്നുമില്ല. പക്ഷേ മിലിറ്ററി ഇൻ്റലിജൻസ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ആയ ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉണ്ടല്ലോ, അതിനെ കൂടുതൽ ഇൻടാക്റ്റായിട്ട് പരിക്കുകളൊന്നുമില്ലാതെ അതിനെ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവർ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് അത് വളരെ പവർഫുള്ളാണെന്ന് നമുക്കറിയാൻ പറ്റും നമുക്ക്. അപ്പോൾ ഈജിപ്റ്റും വളരെ വലിയ രാജ്യമാണ്, പവർഫുൾ രാജ്യമാണ്, മിലിറ്ററിലി അവർ വളരെ പവർഫുള്ളാണ്. ടർക്കിയും തീർച്ചയായിട്ടും നാറ്റോയിലെ രണ്ടാമത്തെ, അമേരിക്ക കഴിഞ്ഞ ഏറ്റവും രണ്ടാമത്തെ പവർഫുള്ളായിട്ടുള്ള മിലിറ്ററിയുള്ള രാജ്യമാണ്. അവരുടെ ഇക്കണോമിക് സ്ട്രെങ്തും വളരെ $1 ട്രില്യൺ മുകളിലുള്ള GDP ഉള്ള രാജ്യമാണ്. ടെക്നോളജിക്കലി പ്രത്യേകിച്ച് മിലിറ്ററി ഇൻഡസ്ട്രിയൽ അവരുടെ കോംപ്ലക്സ് അഡ്വാൻസ്ഡ് ടെക്നോളജിയൊക്കെ
കൈവശമുള്ള ഡ്രോണിൻ്റെയൊക്കെ മാനുഫാക്ചറിങ്ങിലും അതുപോലെ തന്നെ 5th ജനറേഷൻ എയർക്രാഫ്റ്റിൻ്റെ മാനുഫാക്ചറിങ്ങിലും ഒക്കെ തന്നെ അവർ വളരെ മുൻപന്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് ടർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സൗദി പിന്നെ റിച്ചായിട്ടുള്ള മുസ്ലിം രാജ്യമാണ്, പിന്നെ വലിപ്പമുള്ള രാജ്യമാണ്. അപ്പോൾ ഈ മുസ്ലിം വേൾഡിൽ പിന്നെ വേറൊരു രാജ്യമുണ്ട്, ഇന്തോനേഷ്യ ഉണ്ട്. പക്ഷേ ഇന്തോനേഷ്യ ഈ റീജിയനിൽ അല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ഇന്തോനേഷ്യയെ കുറിച്ച് പറയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഈ 4 രാജ്യങ്ങൾ മുസ്ലിം വേൾഡിൽ വളരെ പവർഫുള്ളാണ്. അപ്പോൾ അവരുടെ പിന്നെ ഈ പറഞ്ഞ എന്താണ് പ്രോസ് അല്ലെങ്കിൽ ശക്തികൾ ഉപയോഗിച്ച് ഒരു കൂട്ടായ, കാരണം ഇതിനകത്ത് ഷെയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു രാജ്യത്തിനുള്ള ശക്തി മറ്റൊരു രാജ്യത്തിനാണല്ലോ. ഇപ്പം സൗദിക്ക് വെൽത്ത് ഉണ്ട്, റിച്ച്നെസ് ഉണ്ട്, അവർക്ക് മറ്റു രീതിയിലുള്ള ഇപ്പം മിലിറ്ററി പവറൊന്നും അവർക്കില്ല, പാകിസ്ഥാനെ പോലെ അല്ലെങ്കിൽ ഈവൻ ഈജിപ്റ്റ് ടർക്കിയെ പോലെ ഒന്നും. അപ്പോൾ പാകിസ്ഥാനെ മിലിറ്ററി പവറും പിന്നെ സൗദിയുടെ റിച്ച്നെസ്സും എന്നുവെച്ചാൽ വെൽത്തും ഈ ടർക്കിയുടെ ടെക്നോളജിയും അല്ലെങ്കിൽ ഈജിപ്തിൻ്റെ മറ്റൊരു പോസിറ്റീവ് സൈഡും പ്ലസ് സൈഡും എല്ലാം കൂടെ കൂട്ടി അങ്ങനെ അതിനാണല്ലോ ശരിക്കും പറഞ്ഞാൽ രാജ്യങ്ങൾ അങ്ങനെയാണല്ലോ ഫങ്ഷൻ ചെയ്യുന്നത്. കൂട്ടായിട്ടുള്ള ഇതുപോലുള്ള ഈ രാജ്യങ്ങൾ തമ്മിലുള്ള കോപ്പറേഷൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണല്ലോ. കാരണം ഡിവിഷൻ ഓഫ് ലേബർ നമുക്ക് പറയാൻ പറ്റും. കാരണം ഒരു രാജ്യത്തിനുള്ള മേന്മ മറ്റൊരു രാജ്യത്തിന് കാണത്തില്ല. അപ്പോൾ അതെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് സംയോജിപ്പിച്ചുകൊണ്ടായിരിക്കും രാജ്യങ്ങൾ ഇതുപോലുള്ള കൂട്ടായ്മ, പ്രത്യേകിച്ച് മിലിറ്ററി സ്ട്രാറ്റജിക് റിലേഷൻസൊക്കെ തന്നെ. ഇപ്പോൾ ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള റിലേഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ത്യയും UAE തമ്മിലുള്ള റിലേഷൻസ്, ഇപ്പോൾ ഇന്ത്യക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പോൾ ഇന്ത്യ ഇസ്രായേലും തമ്മിലുള്ള ജോയിൻറ്റ് കൊളാബറേഷൻ. അപ്പോൾ ഇസ്രായേലിൻ്റെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ചീപ്പായിട്ടുള്ള ലേബറും എഫിഷ്യൻ്റായിട്ടുള്ള ലേബറും അതുപോലെ നമ്മുടെ മാസീവായിട്ടുള്ള ഇൻഡസ്ട്രിയൽ സ്കെയിലും എല്ലാം കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് അപ്പം ജോയിൻറ്റ് കൊളാബറേഷൻ. അപ്പോൾ ഇങ്ങനെയാണ് രാജ്യങ്ങൾ തമ്മിൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ 4 രാജ്യങ്ങൾ അവരെന്തുകൊണ്ട് ഇങ്ങനെ ഒരു മീറ്റിംഗ് നടത്തി എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള അറിവില്ല. ഒരുപക്ഷെ ഒരു സ്ട്രാറ്റജിക് റിലേഷനെക്കുറിച്ച് പിന്നെ ഭാവിയിൽ ഉണ്ടാക്കാൻ ഇറാൻ യുദ്ധത്തിൻ്റെ അടിസ്ഥാനത്തിലും ഇറാൻ്റെ യുദ്ധത്തിന് ശേഷവും അവരുടെ റീജിയനിലെ സെക്യൂരിറ്റി റിലേഷൻസിനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയാണോ ഈ പറഞ്ഞ പവർഫുള്ളായിട്ടുള്ള 4 രാജ്യങ്ങൾ കൂടിയതെന്ന് നമുക്കറിയാം, കൃത്യമായിട്ട് ഇപ്പോൾ അറിയില്ല നമുക്ക്. അപ്പോൾ പാകിസ്ഥാൻ സൗദിയും തമ്മിൽ ഓൾറെഡി റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ടർക്കിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യം കാണിച്ചു. പക്ഷേ അതിനെക്കുറിച്ച് ഇതുവരെ ഡിസിസീവായിട്ടുള്ള തീരുമാനങ്ങളൊന്നുമില്ല. അപ്പോൾ അത് ഈ പറഞ്ഞ രാജ്യങ്ങൾ തമ്മിൽ ടർക്കിയും സൗദിയും തമ്മിലുള്ള റിലേഷൻസിൽ ടർക്കിയും സൗദിയും തമ്മിൽ ഉള്ള റിലേഷൻസിലും ഇപ്പം അവർ തമ്മിലുള്ള റിലേഷൻസും മെച്ചപ്പെട്ടുണ്ട്. ഈ സൗദിയും പാകിസ്ഥാനും 2023 നമ്മൾ ഈ ഇസ്രായേൽ പിന്നെ പലസ്തീൻ യുദ്ധം അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം, പലസ്തീൻ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് ശേഷം ഈ പശ്ചിമേഷ്യയിലെ മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ നയതന്ത്ര ഈ തന്ത്രപ്രധാനമായിട്ടുള്ള ബന്ധങ്ങളിൽ കാതലായിട്ടുള്ള ഞാൻ പറഞ്ഞ തന്നെ വളരെ ക്രൂഷ്യലായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പാകിസ്ഥാനും സൗദിയും ഇതുവരെ ഒഫീഷ്യലായിട്ട് ഇസ്രായേലിനെ അംഗീകരിച്ചിട്ടില്ല. ടർക്കിയും ഈജിപ്റ്റും ഇസ്രായേലുമായിട്ടുള്ള ബന്ധങ്ങൾ പിന്നെ കൂടുതൽ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ടർക്കിയും ഇസ്രായേലും തമ്മിൽ കഴിഞ്ഞ കാലത്ത് നമുക്ക് ബന്ധങ്ങൾ കൂടുതൽ വഷളാകുന്ന രീതിയിലുള്ള ചില സംഭവ വികാസങ്ങളൊക്കെ തന്നെ, പ്രത്യേകിച്ച് ടർക്കിയും ഇസ്രായേലും തമ്മിലുള്ള ടർഫ് വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ടർക്കിയെ സംബന്ധിച്ച് എന്താണൊരു വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുർദുകൾ വലിയൊരു വിഷയമാണ് ശരിക്കും പറഞ്ഞെങ്കിൽ. കുർദുകൾ ടർക്കി, സിറിയ, ഇറാഖ്, ഇറാൻ ഈ 4 രാജ്യങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നൊരു വിഭാഗമാണ് കുർദുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുർദുകൾ ചില വളരെ കാലമായിട്ട് സ്വതന്ത്ര ഒരു ഗ്രേറ്റർ കുർദിസ്ഥാൻ അല്ലെങ്കിൽ കർദിസ്ഥാൻ ഉണ്ടാക്കണം എന്നും പറഞ്ഞിട്ട് അവർ ഈ ബലൂചിസ്ഥാൻ, ഗ്രേറ്റർ ബലൂചിസ്ഥാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ഇസ്രയേൽ അല്ലെങ്കിൽ അതുപോലെ ഗ്രേറ്റർ പഷ്തൂണിസ്ഥാൻ എന്നൊക്കെ പറയുന്ന എല്ലാം ഗ്രേറ്ററാണ് ശരിക്കും. അപ്പോൾ അതിനുവേണ്ടി കുർദുകൾ ഒത്തിരി കാലമായിട്ട് അമേരിക്ക ശരിക്കും പറഞ്ഞാൽ അവരെ ഒരു പ്രോക്സിയായിട്ടാണ് ഉപയോഗിക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ. അമേരിക്ക അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പൂർണ്ണമായിട്ടും. അപ്പോൾ അത് ടർക്കിയെ സംബന്ധിച്ച്, ടർക്കി അതല്ല ഈ പറഞ്ഞ 4 രാജ്യങ്ങളെ സംബന്ധിച്ച് വലിയൊരു തലവേദനയാണ്. പ്രത്യേകിച്ച് ടർക്കിയെ സംബന്ധിച്ച് ഇത് വലിയൊരു തലവേദനയാണ് കുർദുകൾ എന്ന് പറഞ്ഞത്. അപ്പോൾ അമേരിക്ക ഏതെങ്കിലും രീതിയിൽ കുർദുകളെ ട്രിഗർ ചെയ്യുകയാണെങ്കിൽ അത് ടർക്കിക്ക് അവരുടെ സ്വതന്ത്ര പരമാധികാരത്തിന് വലിയൊരു വെല്ലുവിളിയാണെന്നുള്ള കാര്യം. അപ്പോൾ ഈ പറഞ്ഞ 4 രാജ്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പണ്ട് സദാം സമയത്തൊക്കെ തന്നെ കുർദുകൾക്കെതിരെ ഭയങ്കര ശക്തമായിട്ടുള്ള സപ്രഷനൊക്കെ തന്നെ അടിച്ചമർത്തലും ഒക്കെ തന്നെ നടത്തിക്കൊണ്ടതാണ്. അതുപോലെ സിറിയയിലും ഈ പറഞ്ഞ ആസാദിൻ്റെ ഭരണകൂടം അവർ ഒരുമിച്ച് നിന്നും പരസ്പരം മറ്റ് മേഖലകളൊക്കെ തന്നെ അവർ വിഘടിച്ച് നിൽക്കുമെങ്കിൽ തന്നെ ഈ ഒരു കാര്യം വരുമ്പോൾ, ഇപ്പം ബലൂചിസ്ഥാൻ്റെ കാര്യം വരുമ്പോൾ ഇറാനും പാകിസ്ഥാനും തമ്മിൽ നല്ല ബന്ധം അല്ലെങ്കിൽ തന്നെയും ഈ ബലൂജികളുടെ കാര്യം വരുമ്പോൾ 2 രാജ്യങ്ങൾ ഒരുമിച്ച് നിന്നിട്ട് ഈ ബലൂജി പിന്നെ അപ്രൈസിങ്ങിനെ റിപ്രസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ രാജ്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും. മറ്റ് മേഖലകളൊക്കെ തന്നെ അവർ ബദ്ധ ശത്രുക്കളോ അല്ലെങ്കിൽ ബദ്ധ വൈരികളായിരിക്കും. പക്ഷേ ഇങ്ങനൊരു കോമൺ ഒരു പൊതുശത്രു വരുമ്പോൾ അവർ ഒരുമിച്ച് നിന്നിട്ട് ഈ അവരുടെ ഇൻ്റലിജൻസിനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കുകയും അല്ലെങ്കിൽ ഇതുപോലെ മിലിറ്ററി സപ്രഷൻ, ജോയിൻ്റ് ആയിട്ടുള്ള മിലിറ്ററി അറ്റാക്കുകളൊക്കെ നടത്തുകയും ചെയ്യും. അപ്പോൾ
ടർക്കിയെ സംബന്ധിച്ച് ഈ കുർദുകൾ വലിയൊരു തലവേദനയാണ്. അപ്പം അത് അമേരിക്കയ്ക്ക് ഇസ്രായേലിനും ഈ കുർദുകളെ തീർച്ചയായിട്ടും ടർക്കിക്കെതിരെ ട്രിഗർ ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു തിരിച്ചറിവ് ടർക്കിക്കുണ്ട്. അപ്പോൾ ഇസ്രായേലും ടർക്കിയും തമ്മിലുള്ള ബന്ധം സ്റ്റെബിലൈസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ടർക്കിയിൽ ഇപ്പം പല സംസ്ഥാനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കാരണം ഇറാന് ശേഷം നെക്സ്റ്റ് ഇറാൻ ടർക്കി ആയിരിക്കുമോ എന്നുള്ളൊരു സംശയം, അല്ലെങ്കിൽ അങ്ങനെ ഒരു നറേറ്റീവിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ചകളൊക്കെ തന്നെ ടർക്കിയുടെ ഒഫീഷ്യൽ തലത്തിൽ നിന്നും അതുപോലെ തന്നെ അവരുടെ ജിയോ പൊളിറ്റിക്കൽ ഈ എക്സ്പേർട്സിൻ്റെ അനാലിസിസിൻ്റെ ആ ഒരു തലത്തിലൊക്കെ തന്നെ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം തീർച്ചയായിട്ടും ഈ ഒരു യുദ്ധം അവസാനിച്ചാൽ തന്നെ ഈ മിഡിൽ ഈസ്റ്റിലെ യുദ്ധം ഒരിക്കലും അവസാനിക്കത്തില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കാരണം ഇസ്രായേൽ അടുത്ത ഇടം കണ്ടുപിടിക്കുകയും അവരുടെ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന പ്രോജക്റ്റിന് വേണ്ടി അവരുടെ യുദ്ധം വ്യാപിപ്പിക്കുകയും അതുകൊണ്ടാണല്ലോ അവർ ലെബനനെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യുകയും യുദ്ധം ഇപ്പോഴും ഈ സമാധാന ചർച്ചകൾ നടക്കുമ്പോൾ തന്നെയും ഇറാനും അമേരിക്കയും തമ്മിലുള്ള പീസ് ടോക്ക് ഇസ്രായേൽ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ലെബനെ ഈ പീസ് ടോക്കിൻ്റെ കണ്ടീഷനകത്തിൽ ഉൾപ്പെടുത്തുന്നത് ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല. കാരണം അവിടെ ശക്തമായിട്ടുള്ള ബോംബിങ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ ഗ്രേറ്റർ ഇസ്രായേലിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ളൊരു സ്ഥലമാണ് ലെബനൻ എന്ന് പറയുന്നത്. അപ്പോൾ ലെബനെ കോൺക്വർ ചെയ്യുക, ലെബനെ വരുതിയിലാക്കുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതോടുകൂടി നിൽക്കും എന്നുള്ള പ്രതീക്ഷയൊന്നും ആർക്കും വേണ്ട. യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ 2023 യുദ്ധം, ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിന് ശേഷം ഈ പറഞ്ഞ സൗദിയും ഇസ്രായേലുമായിട്ടുള്ള ചർച്ചകളെല്ലാം അവസാനിപ്പിക്കുകയും എബ്രഹാം അക്കോർഡിൽ സൗദി ചേരുമെന്നുള്ള പ്രതീക്ഷ തീർച്ചയായിട്ടും അത് അസ്തമിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ രാജ്യങ്ങൾ തമ്മിൽ ഇപ്പോൾ ആദ്യം റിയാദിലും അതിനുശേഷം ഈ ഇസ്ലാമാബാദിലും ഈ 4 രാജ്യങ്ങൾ കൂടിച്ചേർന്ന് നടത്തിയ ചർച്ചകളുടെ വിശദാംശങ്ങൾ നമുക്കിതുവരെ കൃത്യമായിട്ട് അറിയാൻ സാധിച്ചിട്ടില്ല. ഇത് ഒരുപക്ഷെ പോസ്റ്റ് ഇറാൻ ഇസ്രായേൽ വാറിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന ഒരു മിലിറ്ററി സഖ്യം ഉണ്ടാകാനാണോ, അല്ലെങ്കിൽ അവർ തമ്മിലുള്ളൊരു സ്ട്രാറ്റജിക് റിലേഷൻ ട്രീറ്റിയെക്കുറിച്ചാണോ, അത് തീർച്ചയായിട്ടും ഒരുപക്ഷെ ഇസ്രായേൽ എന്നുള്ളൊരു ഫാക്ടറിനെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ആയിരിക്കും. കാരണം ഇറാൻ തീർച്ചയായിട്ടും നമുക്കറിയാം, ഇറാൻ ഈ പറഞ്ഞ രാജ്യങ്ങളൊന്നും ആക്രമിക്കുന്നതായിട്ട് ഇതുവരെ നമുക്ക് ഇല്ലേ, തെളിവുകളില്ല, അങ്ങനെയുള്ള കാഴ്ചകളൊന്നും നമുക്കൊന്നുമില്ല. ഇറാൻ്റെ പ്രോക്സീസ് തീർച്ചയായിട്ടും അത് ഇസ്രായേലിനെതിരെയാണ് ഫൈറ്റ് ചെയ്യുന്നുള്ള കാര്യം. അതായത് ഹൂത്തീസ് ആയാലും ശരി, മറ്റേ ഹെസ്ബുള്ള ആയാലും ശരി, ഈ പറഞ്ഞ ഇറാൻ്റെ പ്രോക്സീസൊക്കെ തന്നെ ഇസ്രായേലിനെതിരെയാണ് ഈ ആക്രമണങ്ങൾ ശക്തമാക്കുന്നതും അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ ആണ് നിലനിൽക്കുന്നതും നമുക്ക്. അല്ലാതെ ഈ പറഞ്ഞ ഈ ഹൂത്തീസ് എന്തുകൊണ്ട് സൗദിയിലേക്ക് മിസൈൽ ഫയർ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യമനിലെ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ എന്നാലും ഇറാൻ പൊതുവേ ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റിലെ ഗൾഫിലെ മറ്റുള്ള രാജ്യങ്ങളിലൊന്നും തന്നെ ഇതിനു മുമ്പ് യൂണിലാറ്ററലായിട്ട് ആക്രമിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ അവർക്കെതിരെ ഈ പറഞ്ഞ പ്രോക്സി വാർ നടത്തുന്നതായിട്ടോ നമുക്ക് കൃത്യമായിട്ടുള്ള അറിവുകളില്ല. അപ്പം ഇതാണ് അവിടെ നിൽക്കുന്നൊരു ഇപ്പോൾ നിലനിൽക്കുന്ന, കാരണം ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധം നടക്കുമ്പോൾ ഈ പറഞ്ഞ രാജ്യങ്ങൾ, ഈ 4 രാജ്യങ്ങൾ അവരുടെ ഈ പറഞ്ഞ തന്ത്രപരമായിട്ടുള്ള ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ യുദ്ധത്തിന് ശേഷം ഇത് അവർ തമ്മിലുള്ളൊരു സഖ്യത്തിലേക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയില്ലെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. അപ്പോൾ ആദ്യം സൗദിയും പാകിസ്ഥാനും തമ്മിൽ ഈ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ട്രാറ്റജിക് ട്രീറ്റിയിൽ ഏർപ്പെട്ടപ്പോൾ പലരും ഇന്ത്യയിലൊക്കെ പറഞ്ഞത് ഇന്ത്യക്കെതിരെയുള്ളൊരു, കാരണം പാകിസ്ഥാൻ ആയതുകൊണ്ട് ഇത് ഇന്ത്യക്കെതിരെയുള്ളൊരു മൂവ്മെൻറ്റാണ്. അതുകൊണ്ട് ഇന്ത്യ എത്രയും പെട്ടെന്ന് ഇസ്രായേലും UAE-യുമായിട്ടുള്ള ഇതുപോലുള്ള സ്ട്രാറ്റജിക് റിലേഷൻസൊക്കെ തന്നെ ശക്തിപ്പെടുത്തണം എന്നൊക്കെ ഉള്ളൊരു ചർച്ചകളും ഡിബേറ്റ്സും ഒക്കെ തന്നെ. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയും സൗദിയും തമ്മിലുള്ള റിലേഷൻസ് നമുക്കറിയാം വളരെ ഊഷ്മളമാണ്, വളരെ ഫ്രണ്ട്ലിയാണ്, വളരെ എന്താണ് പറയുന്നത് സ്ട്രോങ് ആണ്. അതിനകത്ത് തീർച്ചയായിട്ടും പണ്ടല്ല പാകിസ്ഥാനെ ട്രഡീഷണലായിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യം സൗദിയാണ്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം പണ്ട് നടന്ന യുദ്ധങ്ങളിലൊക്കെ തന്നെ പാകിസ്ഥാന് കാര്യമായിട്ടുള്ള സഹായങ്ങൾ ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ, ഇറാനായാലും ശരി, UAE ആയാലും ശരി, സൗദി ആയാലും ശരി, ഇവരെല്ലാം തന്നെ നമ്മൾ ഒരു കോൾഡ് വാർ ടൈമിലേക്ക് അറിയണം. കോൾഡ് വാറിന് ശേഷം ഇങ്ങോട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് കാണുമ്പോൾ ഇപ്പോഴും നമുക്കറിയാം പാകിസ്ഥാനെ അകമഴിഞ്ഞ് സഹായിക്കുന്നത് സൗദിയും ടർക്കിയും അതുപോലെ തന്നെ ഈ ഖത്തർ, UAE ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെയാണ്. തീർച്ചയായിട്ടും അതിനകത്ത് മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ എന്നാൽ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം UAE കൂടുതൽ ശക്തിപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് പണ്ടുള്ള ബന്ധങ്ങളുടെ ആ ഒരു ഡയമെൻഷൻ മാറി ഇപ്പോൾ സ്ട്രാറ്റജിക്കായിട്ടുള്ള തലങ്ങളിലേക്ക് ഇന്ത്യയും UAE തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ തന്നെ കൂടുതൽ ശക്തമാവുകയും, സൗദിയുമായിട്ട് നമ്മൾ അത്ര ആയിട്ടില്ല, പക്ഷേ ഈവൻ ഈ ഇന്ത്യയുടെ മിലിറ്ററി
ഇന്ത്യയിൽ നിന്ന് മിലിറ്ററി സൈനികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ പറഞ്ഞ സൗദിയൊക്കെ തന്നെ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ബന്ധങ്ങൾ കൂടുതൽ ശക്തമായിട്ടുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ എന്താണ് പഴയതിലും വളരെ മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ തീർച്ചയായിട്ടും സൗദി പാകിസ്ഥാനെ പഴയ പോലെ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാനുള്ള സാധ്യത നമുക്ക് തെളിഞ്ഞു കാണുന്നില്ല. ഇത് തീർച്ചയായിട്ടും സൗദിയും പാകിസ്ഥാനും തമ്മിൽ ഈ ഒരു സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ ഓറിയൻറ്റഡ് ആണെന്നുള്ള കാര്യത്തിൽ ഇറാൻ ഒരു രീതിയിൽ ഇറാൻ ഓറിയൻറ്റഡ് ആണ്, അതിലുപരിയായിട്ട് തീർച്ചയായിട്ടും ഇസ്രായേൽ ഓറിയൻറ്റഡ് ആണ്. കാരണം ഭാവിയിൽ ഇസ്രായേലിൻ്റെ അവരുടെ ഗ്രേറ്റർ ഇസ്രായേൽ പ്രോജക്റ്റിൽ തീർച്ചയായിട്ടും സൗദിയുടെ മണ്ണും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ അതിൻ്റെ ഫലമായിട്ട് പാകിസ്ഥാനെയും ഡീസ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളത് ഇസ്രായേലിൻ്റെയും അല്ലെങ്കിൽ ഇസ്രായേൽ അമേരിക്കൻ ആക്സസിൻ്റെ ശരിക്കുള്ള ഓബ്ജക്റ്റാണ്. അപ്പോൾ അത് നമ്മൾ ഫലത്തിൽ കണ്ടതാണ്. കാരണം പാകിസ്ഥാനത്തോളം നശിച്ച് നാണക്കല്ലായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ അവരുടെ കൂടെ നിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെയും പാകിസ്ഥാനെ സിസ്റ്റമാറ്റിക്കായിട്ട്, പ്രത്യേകിച്ച് ബാരക് ഒബാമയുടെ സമയത്തൊക്കെ തന്നെ പാകിസ്ഥാനിൽ ശക്തമായിട്ടുള്ള ഡ്രോൺ അറ്റാക്കുകളൊക്കെ തന്നെ അമേരിക്ക നടത്തിയാണ് നമുക്കറിയാം. അപ്പോൾ അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാകിസ്ഥാനെ സിസ്റ്റമാറ്റിക്കായിട്ട് ഗ്രാജുവലായിട്ട് ഡീസ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൻ്റെ, കാരണം ഇസ്രായേലിനെ ഒപ്പോസ് ചെയ്യാൻ ശക്തമായിട്ടുള്ളൊരു മുസ്ലിം രാജ്യം ഉണ്ടാകരുത്, മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല, അതിന് ഈ പറഞ്ഞ പാകിസ്ഥാൻ ഉൾപ്പെടുന്ന അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടുന്ന ഈ പറഞ്ഞ റീജിയനെല്ലാം തന്നെ അതിനകത്തിൽ ഉണ്ടാകരുത് എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ള ലക്ഷ്യത്തെ സാധൂകരിക്കാൻ വേണ്ടി അവർ തീർച്ചയായിട്ടും നമുക്കറിയാം. പിന്നെ ഇനിയിപ്പം ഈ ഇറാൻ എന്നുള്ളൊരു വലിയൊരു ബ്ലോക്കേഡ്, അല്ലെങ്കിൽ അവർക്ക് അതിനെ ഏതെങ്കിലും രീതിയിൽ ഇതുവരെ മാറ്റുവാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അതിനെ ഈ പറഞ്ഞ ഈ സമാധാന ചർച്ചയിലൂടെ അതിനെ അവർക്ക് ഏതെങ്കിലും രീതിയിൽ മാനേജ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ പിന്നീട് നിലനിൽക്കുന്ന പവർഫുള്ളായിട്ടുള്ള ഈ മുസ്ലിം രാജ്യങ്ങൾ തന്നെയല്ല സൗദിയും പാകിസ്ഥാനും ടർക്കിയും ഈജിപ്തും ഒക്കെ തന്നെയാണ്. അപ്പോൾ അതിനെ എങ്ങനെ തീർച്ചയായിട്ടും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇനിയും ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഈ പറഞ്ഞ അഗ്രഷൻ, അപ്പോൾ അതിനെ ഒരു പക്ഷേ ഈ പ്രതിരോധിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കും ചിലപ്പം ഈ പറഞ്ഞ രാജ്യങ്ങൾ ഒരു കമ്പൈൻഡ് ആയിട്ടൊരു അലയൻസ് ഉണ്ടാക്കുന്നതിൻ്റെ മുന്നോടിയായിരിക്കാം ഈ പറഞ്ഞ കൂടിക്കാഴ്ച എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇനി നമുക്ക് ഇതിൻ്റെ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല. എന്തായിരിക്കും ഇവരുടെ ലക്ഷ്യം എന്നുള്ളത്. ഇവർ പറയുന്നത് തീർച്ചയായിട്ടും ഇറാൻ യുദ്ധത്തിന് പരിഹാരം കാണുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പറഞ്ഞ 4 രാജ്യങ്ങളും കൂടിക്കാഴ്ച നടത്തിയത് എന്നുള്ളത് നമുക്കറിയാം. ഇറാനെതിരെ യുദ്ധം തുടങ്ങിയത് നമുക്കറിയാം. അമേരിക്കയും ഇസ്രായേലും തമ്മിൽ അവരുടെ ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റിലെ ഈ പറഞ്ഞ രാജ്യങ്ങൾ, ഇതിനകത്തിലെ ടർക്കിയും ഈജിപ്തും ഇല്ല എങ്കിൽ തന്നെയും പാകിസ്ഥാൻ്റെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള അതിനകത്തിലെ അവരുടെ റോഡുകൾ, അതുപോലെ തന്നെ സൗദി ഈ പറഞ്ഞ മറ്റ് GCC രാജ്യങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള അവരുടെ മിലിറ്ററി ഇൻസ്റ്റലേഷൻസ് എല്ലാം ഉപയോഗിച്ചാണ് അമേരിക്ക ഇറാനെ ആക്രമിച്ചത്. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ ഒരു സമാധാന ചർച്ചയ്ക്കുള്ളൊരു സ്കോപ്പിനകത്ത് നമ്മൾ കാണുന്നില്ല. മറിച്ച് തീർച്ചയായിട്ടും ഒരു ഭാവിയിൽ ഒരു പക്ഷേ ഈ പറഞ്ഞ രാജ്യങ്ങൾ ഒരു മിലിറ്ററി അലയൻസ് അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിക് അലയൻസ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിലൂടെ ആയിരിക്കാം അവരെ ഈ പറഞ്ഞ കൂടിക്കാഴ്ചകൾ നടത്തിയതും. ഈ ഒരു പക്ഷേ തീർച്ചയായിട്ടും ഇതിനകത്ത് കൂടുതൽ പ്രൊവാക്റ്റീവായിട്ടുള്ള ഒരു മുന്നേറ്റം ഈ പറഞ്ഞ രാജ്യങ്ങൾ അത് ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കാൻ സാധിക്കത്തില്ല. പക്ഷേ നമുക്ക് ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പറയാൻ സാധിക്കത്തുള്ളൂ. തൽക്കാലം എത്തുകൊണ്ടാണ് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.